പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാനേജ്മെന്റ് തിയറി ആൻഡ് പ്രാക്ടീസസ് എന്ന സബ്ജക്റ്റിലെ കഴിഞ്ഞ വർഷത്തെ ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യമായി മാനേജ്മെന്റ് തിയറി ആൻഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് 70 മാർക്കാണ് തിയറി പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അതിൽ എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 അവർ ആയിരിക്കും. അപ്പോൾ അതിൽ ആദ്യം വരുന്ന സെക്ഷനിൽ ടോട്ടല് 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 8 ക്വസ്റ്റ്യനുകളിൽ 6 അറ്റൻഡ് ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റ്യൻസിനും 3 മാർക്ക് വീതമാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെൻഷൻ എനി 2 റോൾ ഓഫ് മാനേജർ. അതായത് റോൾ ഓഫ് മാനേജർ ഏതെങ്കിലും 2 മാനേജറുടെ റോളുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വാട്ട് ആർ ദി കോർ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും കോർ ഫങ്ഷൻസ് ഏതൊക്കെയാണോ ചോദിക്കുന്നുള്ളത്. പിന്നെ വാട്ട് ഇസ് ദ റോൾ ഓഫ് മാനേജർ ഇൻ ദി ഓർഗനൈസിംഗ് ഫങ്ഷൻ. Then what are the main sources of recruitment? Give example for each. Then next വരുന്നത് mention 3 external sources of recruitment. Define quality circle. Then state the benefits of the quality circle to the organization. Then what is social audit? State its importance. ഇത്രയാണ് 3 മാർക്കിനുള്ള ചോദ്യങ്ങൾ. Total 8 questions. Out of 8 questions you have to attend 6 questions. ഓക്കെ, അടുത്തതായിട്ട് നെക്സ്റ്റ് പറയുന്നത് ടോട്ടൽ 6 ചോദ്യങ്ങൾ ഉണ്ടാവും. 6ൽ നിന്ന് 4 അറ്റൻഡ് ചെയ്യേണ്ടത്. ഒരു ചോദ്യത്തിന് 6 മാർക്കാണ് ഉണ്ടാവും. അപ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മെൻഷൻ ദി റോൾ ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ വിത്തിൻ ദി കമ്പനി. Then how do the planning and organizing function interact to improve efficiency? Discuss the steps involved in the controlling process. Discuss the steps involved in the developing quality circles. Evaluate how management audit contribute to risk management. Then describe the benchmarking process and different types of benchmarking. ഇത്രയാണ് 6 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇനി അവസാനമുള്ളത് ടോട്ടൽ 3 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ 2 അറ്റൻഡ് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും 14 മാർക്ക് വീതമാണ് ഉണ്ടാവുക. അപ്പോൾ ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡിഫൈൻ കമ്മ്യൂണിക്കേഷൻ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. Then discuss the different leadership styles. Explain how they impact motivation and performance. Then explain the contributions of classical and neoclassical theories to modern management practices. ഇത്രയാണ് ക്വസ്റ്റ്യൻസ് വരുന്നുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളെ പരീക്ഷാ പ്രിപ്പറേഷൻസ് ആയിരിക്കും. താങ്ക് യു.